ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെമ്പരിപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നലെ നിർത്തിയത് തന്നെയാണ് ഇന്ന് തുടക്കം. ശരത്തിനോട് ചോദിക്കുമ്പോൾ കൈ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ വന്ന ചേച്ചിമാർ അപ്പോൾ അവരും കുഴപ്പമൊന്നുമില്ല, കുറവുണ്ടെന്നൊക്കെ പറയും. എന്നിട്ട് രേവതിയും അമ്മയും ദേവുമൊക്കെ കിച്ചണിലേക്ക് പോകും സാധനങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ രേവതിയോട് ചോദിക്കും, രേവതിയുടെ അമ്മ രേവതിയോട് പറയും, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് ക്ഷണിച്ചതല്ലേ, എന്നിട്ട് ആരും വന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ രേവതി പറയും, അച്ഛൻ വരാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ അച്ഛൻ്റെ കാര്യം അറിയാലോ, അച്ഛൻ്റെ അസുഖം അറിയാലോ, അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിക്കും, ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കും, അച്ഛന് വിഷമാവും, വെറുതെ എന്തിനാ അച്ഛൻ്റെ അസുഖം കൂട്ടുന്നത് വെച്ചിട്ട് ഞാനാണ് വരണ്ടാന്ന് പറഞ്ഞത്, ഇങ്ങനെ രേവതി പറയും. എന്നിട്ട് സച്ചിയേട്ടൻ പിന്നെ അച്ഛനും സച്ചിയേട്ടനോട് പറഞ്ഞിരുന്നു വരാൻ വേണ്ടിയിട്ട്, ഞാനും പറഞ്ഞിരുന്നു വരാൻ, പക്ഷെ അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയും. അങ്ങനെ അതവിടെ കഴിയും. എന്നിട്ട് അവരെല്ലാവരും വന്നവരും ഇവരും എല്ലാവരും കൂടെ ഹാളിൽ വെയിറ്റ് ചെയ്യും. വേറെ രണ്ടാൾക്കാരും കൂടെ വരും, ഒരു അച്ഛനും ഒരമ്മമ്മയും കൂടെ അവിടെ വരും. എന്നിട്ട് എൻ്റെ വെച്ച് കൊടുക്കുന്നില്ല, ഇലയൊന്നും വിളമ്പുന്നില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയെന്ന് ഇങ്ങനെ പറയും. രേവതിയുടെ അമ്മയും പറയും, സച്ചി വരാൻ വേണ്ടി കാത്തു നിൽക്കുക, സച്ചി വന്നപാട് അപ്പാട് എല്ലാം വിളമ്പുമെന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ അവർ പറയും, ഇതിനൊക്കെ ഒരു നേരവും കാലവും ഉണ്ട്, അവൻ വരാതിരിക്കുകയോ വരുമോ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, ഇതിന് രാഹുകാലത്തിന് മുന്നേ ഇതൊക്കെ ചെയ്യണം, ഇനി വൈകിക്കണ്ട, ഇതിനൊരു നേരവും കാലവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളമ്പിക്കുമോ ഇങ്ങനെ പറയും. അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല, അവർ വിളമ്പും. ഫുൾ ഇലയിലൊക്കെ ഇങ്ങനെ വിളമ്പി വെക്കാൻ തുടങ്ങും. രേവതിയും ദേവും ഇങ്ങനെ, രേവതി വിളമ്പും, ദേവ് ഇങ്ങനെ സഹായിക്കും. അങ്ങനെ വിളമ്പിയൊക്കെ വെച്ചു, വിളക്കൊക്കെ കത്തിച്ചു ഒക്കെ ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഇമോഷൻസ് ഉണ്ട് കേട്ടോ, എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. എന്നിട്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. ശരത്തിനും ഈ കാര്യത്തിൽ ശരത്തും ഭയങ്കര ഡൗൺ ആണ് കേട്ടോ. അപ്പോൾ ശരത്തിനോടും എല്ലാവരോടും കൂടെ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. ശരത്ത് എന്നിട്ട് ശരത്തിന് കൈ വയ്യാതിരിക്കുകയാണല്ലോ, അപ്പോൾ തൊഴാൻ പറ്റില്ല, തൊഴുത് പ്രാർത്ഥിക്കുക എല്ലാവരും. അപ്പോൾ അവൻ തൊഴാൻ വേണ്ടി ഇങ്ങനെ കൈ കൂപ്പാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ ഭയങ്കര കൈ വേദന എടുക്കും അവന്. എന്നിട്ട് അവൻ ഒച്ച വയ്ക്കും, നാക്കും. അപ്പോൾ രേവതി എല്ലാവരും കൂടെ എന്താ മോനെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ പറയും, തൊഴാൻ വേണ്ടി നോക്കിയതാണ്, അപ്പോൾ പറ്റിയില്ല എന്ന്, വേദന എടുക്കുന്നതെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് രേവതി പറയുന്നത്, നിന്നോട് കൈ അനക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയെന്നിങ്ങനെ അവനിങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് പിന്നെ പോട്ടെ സാറില്ല പോട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനിങ്ങനെ ആശ്വസിച്ചിട്ട് അവനെ സൈഡിലിരുത്തും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് പിന്നെയും ഭയങ്കര വിഷമാവും. എന്നിട്ട് അവൻ്റെ അമ്മ, രേവതിയുടെ അമ്മ വന്നിട്ട് ഇങ്ങനെ, നിങ്ങളിത് കാണുന്നില്ലേ, ഇവൻ്റെ കൈ, ഇവൻ്റെ അവസ്ഥ ഇങ്ങനെ കാണുന്നില്ലേ, ഇത് ചെയ്തത് പുറത്തത് ശത്രുക്കളൊന്നുമല്ല, ഉള്ളിലുള്ള ആൾ തന്നെയാണ്, നിങ്ങളെ മരുമകൻ തന്നെയാണ്, ഇവിടുത്തെ മരുമകൻ തന്നെയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ പറയുന്നുണ്ടാവും. അപ്പോഴേക്കും സച്ചി ഇവിടെ വരും. ഈ സംഭവത്തിനിടയിൽ ആദ്യം വന്ന രണ്ട് ആൻറ്റിമാർ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും കേട്ടോ. ആ പോകുന്ന സമയത്ത് തന്നെ സച്ചി വരുന്നുണ്ടാവുക, സച്ചിയെ കാണുകയും ചെയ്യും. എന്നിട്ട് അവർ ഇങ്ങനെ, സച്ചി എന്താ വൈകിയത് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, വൈകി, ജോലി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് ഇതെന്താ പെട്ടെന്ന് ഈ കുടുംബത്തോടും ശരത്തിനോടൊക്കെ ശത്രുത ഉണ്ടാവാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ പറയും. ആ പയ്യൻ പഠിക്കുന്നതല്ലേ, എന്ത് വന്നാലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ ചോദിക്കാൻ തുടങ്ങും. ഓരോരോ കാര്യങ്ങൾ അവർ രണ്ടാളും ചോദിക്കാൻ തുടങ്ങും. മാറി മാറി പറയും, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഒന്നുമില്ല രേവതിൻ്റെ അനിയനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അവർ പറയും, നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പിന്നെ ഒന്നും പറയില്ല, ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അവർ പറയും, ഇപ്പം തന്നെ നോക്കിയേ, രേവതിയുടെ അച്ഛൻ്റെ ആണ്ടല്ലേ, എന്നിട്ട് ഒരു മരുമകൻ വരേണ്ട സമയമാണോ ഇത്, ഇപ്പോഴാണോ വരേണ്ടത്, എല്ലാം മുന്നിൽ നിന്ന് ചെയ്യേണ്ട ആളല്ലേ നീ എന്നൊക്കെ അങ്ങനെ പറയും. എന്നിട്ട് എന്താ പറ്റിയത്, എന്താ ശത്രുത ഉണ്ടാകാൻ കാരണം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, ഒന്നുമില്ല, ചേച്ചിമാരിപ്പോൾ പോകുമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോകും, അവർ രണ്ടാളും ഇങ്ങോട്ടേക്കും പോകും. എന്നിട്ട് അവൻ ഉള്ളിൽ കയറാൻ നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ അമ്മ, രേവതിയുടെ അമ്മ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവൻ കേൾക്കുന്നത്, ഇവനെ പറ്റി പറയുന്ന കുറ്റങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിക്ക് കേൾക്കുമ്പോൾ ഒക്കെ ഭയങ്കര വിഷമമാവും കേട്ടോ. അപ്പോൾ അവൻ്റെ അമ്മ പറയുന്നുണ്ടാവും, ഇവിടുത്തെ മരുമകൻ തന്നെ ഇത് ചെയ്തതെന്ന് പറയുമ്പോഴാണ് സച്ചി ഇവിടെ എത്തുക. എന്നിട്ട് അവർ പറയും, എന്തിനാ അവനിങ്ങനെ ചെയ്തേ എന്നിങ്ങനെ ചോദിക്കും ബാക്കിലുള്ള ആൾക്കാർ, ശരത്തിനോട് എന്തിനാ സച്ചി ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ പറയും, അവനെ മാത്രമേ ദേഷ്യമുള്ളൂ എന്ന് അവൻ്റെ വിചാരം, എല്ലാവർക്കും ദേഷ്യമൊക്കെ ഉണ്ട്, അവനൊരു മുരടൻ സ്വഭാവമാണ്, ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ സച്ചി കേൾക്കും കേട്ടോ. മുരടൻ സ്വഭാവമാണ് അവൻ്റെത്, അവൻ ഭയങ്കര ദേഷ്യമാണ്, അവൻ മുന്നും പിന്നും നോക്കാതെ എല്ലാം ചെയ്യും, രേവതിയുടെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്, അവൻ അങ്ങനെയാണ്, മുന്നും പിന്നും നോക്കാതെ എല്ലാം ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അവൻ്റെ ഒരു റൗഡിത്തരം ഇവൻ ഇവിടെയാണ് കാണിക്കേണ്ടത്, ഒരു ചെറിയ പയ്യനല്ലേ നമ്മൾ വിചാരിക്കണ്ടേ, എന്ത് വന്നാലും ക്ഷമിക്കണ്ടേ, അവൻ്റെ ഒരു റൗഡിത്തരം കാണിക്കേണ്ട സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ അവന് ദേഷ്യം വരും കേട്ടോ. ഇത്രയൊക്കെ പറയുന്ന കേട്ടിട്ട് ഇവന് ദേഷ്യം വരും. എന്നിട്ട് അവൻ മുന്നിൽ ദേഷ്യത്തോടെ വന്ന് നിൽക്കും.
എന്നിട്ട് ഇവർ കാണും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പകച്ചു പോവും, ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. എന്നിട്ട് സച്ചി പറയും, എന്തേ അമ്മ നിർത്തിക്കളഞ്ഞത്, ഇനിയും പറയേ, ഞാനെല്ലാം വന്നത് മുതൽ ഞാൻ എന്നെപ്പറ്റി പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു, ഇനിയും പറയേ, ഇവരോടെല്ലാം പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അതിനു മുന്നേ രേവതിയോടും എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, നിൻ്റെ ഭർത്താവ് എന്താ എല്ലാവരും ഇങ്ങനെ അടിക്കുന്നത്, കുറേ പേരെ അടിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അതും സച്ചി കേൾക്കും കേട്ടോ. എന്നിട്ടാണ് സച്ചി ഉള്ളിലേക്ക് വരിക. എന്നിട്ട് എന്തേ പറച്ചിൽ നിർത്തിയെന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കും. എന്നിട്ട് അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയോട് ഉരുണ്ട് കളിക്കും. എന്നിട്ട് ഇപ്പുറത്തെ ഒരു അച്ചാസൻ ഉണ്ടായിരുന്നു, അവൻ ചോദിക്കും, സച്ചി മോനെ നീ എന്തിനാണ് ഇവൻ്റെ കൈ ഒടിച്ചത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി അത് ഇവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാന്ന് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പറയും. അപ്പോൾ ശരത്തിന് ദേഷ്യം പിടിക്കും. ശരത്ത് എണീക്കും. എന്നിട്ട് പറയും, എന്ത് കയ്യിലിരിപ്പ്, എന്താ ഞാൻ ഉണ്ടാക്കിയത്, എന്താ ഞാൻ ചെയ്തത്, തെറ്റ് ചെയ്തിട്ട് ഇപ്പം എൻ്റെ മേലെ എല്ലാ കുറ്റവും ഇടല്ല കേട്ടോ ഇങ്ങനെ പറയാണ്. അപ്പോൾ സച്ചി പറയും, നീ വലിയ മാന്യനാകാൻ നോക്കല്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ ശരത്ത് പറയും, എന്തായാലും നിങ്ങളെക്കാട്ടും മാന്യം തന്നെയാണ് ഞാൻ, എല്ലാം ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കുറ്റം എൻ്റെ തലയിലാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ, നിങ്ങളോടാരാ ഇപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞത്, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചത് ശരത്ത് ദേഷ്യത്തോടെ സംസാരിക്കും. സച്ചിക്ക് അതൊട്ടും ഇഷ്ടമായില്ല. സച്ചിക്ക് ദേഷ്യം വരും. സച്ചി അവനെ പേര് വീണ്ടും തല്ലും, വീണ്ടും നല്ലോണം തല്ലും. എല്ലാവരും കൂടെ പൊടിച്ചു വെക്കും സച്ചിയും. ശരത്തിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കും എല്ലാവരും കൂടെ. എന്നിട്ട് രേവതി ഇങ്ങനെ ദേഷ്യത്തോടെ പറയും, നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ, നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, ആടി എനിക്ക് ഭ്രാന്ത് തന്നെയാണ്, നീ ഇതിനാണോ എന്നെ ഇവിടെ വിളിച്ചു വരുന്നത്, നിൻ്റെ അമ്മയും ഇവനൊക്കെ എന്നെ അപമാനിച്ചില്ല, എന്നെ ഇത്രയും അപമാനിച്ചില്ല, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്ന് എന്നെ ചെരുപ്പൂരി അടിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെന്നെ ദേഷ്യം പിടിച്ച് ഓരോന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയേട്ടാന്ന് പുറകെ വിളിച്ച് പോകുന്നുണ്ടെങ്കിലും അവൻ നിൽക്കുന്നില്ല, അവൻ അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് രേവതി അവിടെ നിന്ന് കരയും. എല്ലാവർക്കും സങ്കടവും, എല്ലാവരും അവിടെ നിന്ന് കരയും. രേവതിയെ ബാക്കിൽ നിന്നവർ കരയേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കും ഒക്കെ ചെയ്യും. അങ്ങനെ അതോടെ ആ ഒരു സീൻ അവിടെ കഴിയും. സച്ചി എന്നിട്ട് പുറത്തേക്ക് നടന്നു പോയിട്ട് ഒരു എന്താ പറയുക, റോഡിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് അവനിങ്ങനെ ആലോചിക്കും, വിഷമത്തോടെയും ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് ഇപ്പുറത്താണെങ്കിൽ ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോയി. രേവതിയും രേവതിയുടെ അമ്മയും ദേവും ശരത്തും ഇപ്പോൾ അവിടെയുള്ളൂ. അവർ 4 ആൾ ഇരുന്നിട്ട് കരയുന്നുണ്ടാവും അവിടെ നിന്ന്. എന്നിട്ട് രേവതി ഇങ്ങനെ പറയും, ആരും കരയരുത്, എല്ലാവരും കരച്ചിൽ നിർത്ത്, ഇന്ന് അച്ഛന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ദിവസമാണ്, ഞങ്ങൾ കരയുന്നുണ്ട് കഴിഞ്ഞാൽ അച്ഛന് സങ്കടമാവും, അതുകൊണ്ട് ആരും കരയല്ലേ, ഈ ചടങ്ങ് തീർക്കണം, അതുകൊണ്ട് ആ ഫുഡ് എടുത്തിട്ട് ഞാൻ ആഹാരം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് രേവതി അത് കഴിക്കും. രേവതിക്ക് ഭയങ്കര സങ്കടത്തോടു കൂടിയായി കഴിക്കുന്നത്, എല്ലാവരും ഭയങ്കര സങ്കടത്തോടെയാണ് തന്നെ ഉള്ളത്. എന്നിട്ട് അങ്ങനെ ആ ചടങ്ങ് രേവതി അവസാനിപ്പിക്കും. എന്നിട്ട് നേരെ വീട്ടിലേക്ക് എത്തും, ഭയങ്കര സങ്കടത്തോടു കൂടെ വരും. എന്നിട്ട് രവിയച്ഛനും ചന്ദ്രമതിയും ശ്രുതിയും കൂടെ ഉണ്ടാവും. അപ്പോൾ രവിയച്ഛൻ ചോദിക്കും, ചടങ്ങൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, നല്ലതുപോലെ നടന്നില്ലേ, എൻ്റെ മോളെ സച്ചി വന്നില്ലേ, ഒക്കെ ഭംഗിയായി നടന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയും, സച്ചിയുടെ വന്നിരുന്നു, പക്ഷേ ഇതിനായിരുന്നെങ്കിൽ വരേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയും. അച്ഛൻ പറയും, അവൻ വന്നില്ലേ, ഞാൻ വരാൻ പറഞ്ഞതായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴാണ് രേവതി പറയുക, ഇങ്ങനെയാണെങ്കിൽ വരേണ്ടിയിരുന്നില്ല എന്ന് പറയും. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ സംഭവിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് രേവതി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. അവിടെ നിന്ന് ചന്ദ്രമതിയും ശ്രുതിയൊക്കെ കേൾക്കും. അവർക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പറയും, ഇതാണ് പിന്നെ കുരങ്ങൻ, ഒരു ഉദാഹരണം പോലെ പറയും, കുരങ്ങൻ്റെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ, കുരങ്ങനെ പാൻറ്റും ഷർട്ട് ഇടിപ്പിച്ചിട്ട് സ്കൂളിൽ പറഞ്ഞു വെച്ചാൽ കുരങ്ങൻ എന്താ അവിടെ നിന്ന് പഠിക്കുമോ, കുരങ്ങൻ അവിടുത്തെ ബുക്കൊക്കെ കീറി ചാടിയിട്ട് അവൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് സച്ചിയും, എവിടെ കൊണ്ടു ചെന്നാലും അവൻ്റെ സ്വഭാവം പുറത്തെടുക്കും. ഇപ്പം എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പറയാൻ തുടങ്ങും. അപ്പോൾ ഇത് കേട്ടോണ്ടായിരിക്കും സച്ചി വരുന്നുണ്ടാവും. സച്ചിക്ക് ദേഷ്യം വരും. എന്നിട്ട് പറയും, അത് നിങ്ങളുടെ സുതിമോനെക്കുറിച്ച് നിങ്ങൾ ഈ അഭിപ്രായം പറഞ്ഞാൽ മതി, അവനെ കൊണ്ടുപോയിട്ട് കാട്ടിലാക്കണ്ട, അവനെ കൊണ്ടുപോയിട്ട് എന്തിനാ വെറുതെ വേഷം കെട്ടിച്ച് പഠിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ രവിയച്ഛനെ ദേഷ്യം പിടിക്കും. എന്നിട്ട് വായി അടക്കടാന്ന് പറയും. എന്നിട്ട് ഇങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ വേണ്ടി പറയും. എന്നിട്ട് നീ എന്താ അവിടെ പോയിട്ട് ചെയ്തേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഒന്നും ചെയ്തില്ല എന്നിങ്ങനെ പറയും സച്ചി. അപ്പോൾ പറയും, ഒന്നും ചെയ്തില്ലെന്നോ, അവിടെ പോയിട്ട് ചെയ്യണൊക്കെ ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല എന്ന് പറയുകയാണ്, നീ ഒന്നും അറിയാത്ത പോലെ കളിക്കുവാണെന്നൊക്കെ ഇങ്ങനെ രവിയച്ഛൻ ദേഷ്യപ്പെട്ട് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, ഞാൻ അടിക്കണം, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് വെച്ച് പോയതൊന്നുമല്ല, പക്ഷേ ഇവളുടെ അമ്മയും അനിയനും കൂടെ എന്നെ എല്ലാവരുടെ മുന്നിൽ നിന്ന് അപമാനിച്ചു, അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രവിയച്ഛൻ പറയും, അത് നീ കേൾക്കണം, അവരെന്ത് പറഞ്ഞാലും നീ കേൾക്കണം, അതിനുള്ള ഇത് നിനക്കുണ്ട്, നീ എന്താ മുന്നേ ചെയ്തു വെച്ചാൽ എന്താ, അവൻ്റെ കൈ ഒടിച്ചില്ലേ, അതിനവൾ ക്ഷമിക്കുമോ, അപ്പോൾ അവരെന്ത് പറഞ്ഞാലും കേൾക്കാൻ നീ ബാധ്യസ്ഥനാണ് എന്നുള്ള രീതിയിൽ പറയും, അനങ്ങാണ്ട് നിൽക്കണമായിരുന്നു എന്ന് പറയും. അപ്പോൾ രേവതി പറയും, അത് പിന്നെ ശരത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ മനസ്സാറിന് ആണ്ട് നടത്താൻ പോലും പറ്റിയില്ല, അവനൊന്നും തൊഴാൻ പോലും പറ്റിയില്ല, ആ ഒരു സങ്കടത്തിൽ, മുന്നേ നടന്ന സംഭവത്തിൽ ആ ഒരു സങ്കടത്തിൽ അമ്മ പറഞ്ഞു പോയതാണ് നിങ്ങളെ എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ എന്നിട്ട് രേവതി പറയും, ജീവിച്ചിരിക്കുമ്പോഴും അച്ഛനൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോൾ ഇന്നത്തെ ദിവസവും മനസ്സാറിന് ആണ്ടിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല മനസ്സാറിനായിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് എന്ത് വന്നാലും നമ്മൾ സഹിക്കുക തന്നെ. എന്നിട്ട് രേവതി സങ്കടത്തോടുകൂടി ഓടി അടുക്കളയിലേക്ക് പോകും.
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാം എൻ്റെ തലവിധിന്ന് കൂടെ പറഞ്ഞിട്ടാണ് രേവതി പോകുന്നത് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര ഫീലാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.